ഇന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ ആദ്യം തന്നെ ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. കേക്കിൻ്റെ കളറ് കുറച്ച് ലൈറ്റാണ്, കാരണം എല്ലാ പ്രാവശ്യവും കിട്ടുന്ന കൊക്കോ പൗഡർ അല്ല ഇപ്രാവശ്യം കിട്ടിയത്. അത് ഡാർക്ക് തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. പക്ഷേ അത് കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കളറ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല രസമുണ്ട്. ശരിക്കും ചോക്ലേറ്റിൻ്റെ കളർ തന്നെയാണ്, പക്ഷേ സാധാരണ ഒരു നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് തന്നെയായിട്ട് വരാറുണ്ട്. ഇതിപ്പോൾ ഒരു കളർ ഇത്തിരി ചേഞ്ച് ഉണ്ടെന്നുള്ളൂ. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. കേക്ക് സ്മെല്ല് വരുമ്പോൾ നമുക്കറിയാമല്ലോ ബേക്കായിട്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അത്യാവശ്യം സൈസുള്ള 3 ലെയർ തന്നെയാണ് കിട്ടിയത് കേട്ടോ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളിൽ ക്രീം അധികം വേണ്ട, സ്പഞ്ച് ഉണ്ടായാൽ മതി കഴിക്കാൻ, കൂടുതൽ ക്രീം അധികം ഉള്ളിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കേക്ക് ബാറ്റർ ഉണ്ടാക്കിയിട്ട് 7 ഇഞ്ചിൻ്റെ 2 പാനിൽ, ഒരു പാനിൽ ഏകദേശം 1 ലെയർ കിട്ടുന്ന രീതിയിൽ ബാക്കിയെല്ലാതും മറ്റേ പാനിൽ ഒഴിച്ചു. അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 3ഉം ഒരേ സൈസിൽ കട്ട് ചെയ്യാൻ പറ്റി. 3 ലെയറായിട്ട് കട്ട് ചെയ്തു. ഒന്ന് ഒറ്റ ലെയറും മറ്റേ പാനിലുള്ളത് 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തു കേട്ടോ. പിന്നെ കേക്കൊക്കെ ഐസിങ് ചെയ്ത് തുടങ്ങി. കേക്ക് വെച്ചു, ഷുഗർ സിറപ്പ് വെച്ച് സോക്ക് ചെയ്തു. പിന്നെ മാലാസിൻ്റെ സ്ട്രോബെറിയുടെ ക്രഷ് കുറച്ച് ആഡ് ചെയ്യും. ബ്ലാക്കിലും വൈറ്റിലൊക്കെ ഞാനങ്ങനെ ഫില്ലിങ്സ് കൊടുക്കാറുണ്ട്. ചില സമയത്ത് റെഡ് വെൽവെറ്റിലും കൊടുക്കും. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ. അത് കഴിച്ചിട്ടുള്ളവർ പറയാറുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ അത് കാരണം റെഡ് വെൽവെറ്റിലും കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ 3 പീസും വെച്ച് കേക്ക് താഴെ തന്നെ ക്രം കോട്ട് ചെയ്ത് നീറ്റാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വളവുകളോ ചെരിവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ മനസ്സിലായി നമുക്ക് ഇതുപോലെ സ്പാച്ചില അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് നീങ്ങിയിരിക്കുന്ന ലെയറൊക്കെ അപ്പം തന്നെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ മുകളിലത്തെ ലെയറും സോക്ക് ചെയ്യാൻ കേട്ടോ. ഞാൻ സോക്ക് ചെയ്യുന്നൊരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ദിവസം തന്നെ അതിൻ്റെ മൂടി തുറന്ന വഴിക്ക് അത് പൊട്ടി. അത് കാരണം പിന്നെ വീണ്ടും സ്പൂൺ കൊണ്ട് തന്നെ ഒഴിക്കേണ്ടി വന്നു. അങ്ങനെ കേക്കെല്ലാം ടോപ്പിലും എല്ലാം ക്രം കോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കണം കേട്ടോ. ടേൺ ടേബിളിൻ്റെ താഴെ എപ്പോഴും ഒരു ന്യൂസ് പേപ്പർ ഇടുന്നത് നല്ലതാണ്, കാരണം ഇതിൻ്റെ ക്രംസും സാധനങ്ങളൊക്കെ എന്തായാലും താഴെ വീഴുമല്ലോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതെടുത്ത് മാറ്റി ആ പേപ്പറങ്ങ് എടുത്ത് കളഞ്ഞാൽ അവിടെ മുഴുവൻ ക്ലീനായി. ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ പിന്നെ ക്രംസും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. പിന്നെ കേക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ, ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചു, ഈ പേപ്പറൊക്കെ എടുത്ത് കളയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പുറത്തെടുത്തിട്ട് ഫൈനൽ കോട്ട് കൊടുക്കാൻ കേട്ടോ കേക്കിന്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ നമ്മളോട് ആകെ പറഞ്ഞിട്ടുള്ളത് അവർക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആ ഒരു ട്രഡീഷണൽ ലുക്കില്ലേ, ചോക്ലേറ്റ് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള അത് ഉണ്ടായിക്കോട്ടെ, മുകളിൽ വേറെ എന്താണേലും കുഴപ്പമില്ല, സൈഡിൽ അത് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അങ്ങനെ തന്നെ ചെയ്യാം, കാരണം അങ്ങനെയൊക്കെ കേക്ക് ചെയ്യൽ ഇപ്പോൾ കുറവാണ്. ഒക്കെ ഇങ്ങനെ കസ്റ്റമൈസ്ഡ് കേക്ക്സ് അല്ലേ കൂടുതലും വരിക. അപ്പോൾ അത് ചെയ്യാനാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തന്നെ ചെയ്യാം. അപ്പോൾ ചോക്ലേറ്റൊക്കെ ആദ്യം തന്നെ ഗ്രേറ്റ് ചെയ്ത് ഞാനൊന്ന് ഫ്രീസറിൽ വെക്കും. അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ചോക്ലേറ്റ് ഫ്രീസറിൽ വെക്കില്ലല്ലോ, പുറത്തല്ലേ വയ്ക്കുക. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് അതിങ്ങനെ ഒരു ഒട്ടൽ പോലെ മെൽറ്റായ പോലെ തോന്നും. അപ്പോൾ ഫ്രീസറിൽ വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെക്കാനൊക്കെ സുഖമാണ്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ടോപ്പിലും ആ പാലറ്റ് നൈഫ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തുള്ള ഡിസൈൻ തന്നെ കൊടുത്തു. അതാകുമ്പോൾ വേഗം ചെയ്തും കഴിയും. അങ്ങനെ പിന്നെ കേക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷം കേക്ക് പുറത്തെടുത്തിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുകളിലൊരു ഇങ്ങനെ ചെടിയുടെ ഒക്കെ വള്ളി പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ഫ്ലവർ നെയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് ക്രീം ഇടേണ്ടതായിരുന്നു, ഞാനത് വിട്ടുപോയിട്ടാണ് ഇപ്പോൾ ഡയറക്റ്റ് ഫ്ലവർ വരച്ചു കേട്ടോ. അങ്ങനെ ആദ്യത്തെ ഫ്ലവർ ചെയ്ത് അതിന് ഡസ്റ്റ് ബ്ലൂ കളറ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, അയ്യോ ബേസിൽ കുറച്ച് ക്രീം ഇട്ടിട്ടില്ലല്ലോ. പിന്നെ ആ ഫ്ലവർ വലിയ കുഴപ്പമില്ലാണ്ട് ഫോർക്ക് വെച്ചിട്ട് ഞാൻ എടുക്കുക, സിസർ വെക്കാറില്ല, ഫോർക്ക് വെച്ച് എടുത്ത് വെച്ചാൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. എന്നാലും രണ്ടാമത്തെ ഫ്ലവർ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ക്രീം ബേസിൽ ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ ഫ്ലവർ ചെയ്തത് കേട്ടോ. പെറ്റൽ നോസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതിന് നമ്പറൊന്നുമില്ല ഉണ്ടായിരുന്നില്ല അതിൽ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ ചെയ്യാൻ നല്ല എളുപ്പം കേട്ടോ, ആർക്കും ചെയ്യാം. കേക്ക് ഉണ്ടാക്കാൻ പഠിച്ച് തുടങ്ങുന്നവർക്ക് വരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു കുഞ്ഞി ഫ്ലവറാണ്. അപ്പോൾ ജസ്റ്റ് അത് വെച്ചിട്ട് ആ ഫ്ലവർ നെയിൽ, നമ്മുടെ കയ്യിലുള്ള ഫ്ലവർ നെയിലാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഫ്ലവർ വരയ്ക്കുന്ന നോസിലിട്ടൊരു പൈപ്പിംഗ് ബാഗ് അല്ലാതെ ഇരിക്കേണ്ടത്, ഫ്ലവർ നെയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ആ ഫ്ലവർ ഇങ്ങനെ വന്നോളും.
അപ്പോൾ അതിങ്ങനെ ഏകദേശം ഒരേ അളവ് നോക്കിയിട്ട് കേക്കിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്നവർ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കേക്കിൻ്റെ വീഡിയോസൊക്കെ വ്ളോഗായിട്ടൊക്കെ ഇടണമെന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാവരും ചെയ്തോട്ടെ എന്നുള്ളൊരു ഇതിലാണ് ഓരോരോ കേക്കിൻ്റെ ഡെക്കറേഷനും അതിൻ്റെ ഫ്രോസ്റ്റിങ്ങൊക്കെ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക, ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ പറയാം കേട്ടോ. അങ്ങനെ കേക്കൊക്കെ എല്ലാ ഫ്ലവറും വെച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്പ്രേ കളർ നമുക്ക് അതും ഇതുപോലെ കുറേ നാളായി ഞാൻ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ വെച്ചെന്നാൽ ഈ ഡെക്കറേഷൻ ചെയ്യാം, അങ്ങനെ എടുത്തിട്ട് ചെയ്യണതാണ് കേട്ടോ. അത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പൗഡർ സ്പ്രേ ആണ്. അതിൻ്റെ ഒരുവിധം കളേഴ്സും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഫ്ലവർ ചെയ്യുമ്പോൾ ക്രീമിൽ കളർ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എന്തായാലും ഇത്രയും ഡാർക്ക്നെസ് കിട്ടാറില്ല. പിന്നെ ഒരുപാട് കളറും ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഫ്ലവറൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല സിമ്പിളായിട്ട് അധികം കളറും ആവാണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതിൻ്റെ ടോപ്പിൽ മാത്രമേ കളറാവുള്ളൂ, ഉള്ളിലൊന്നും കളറില്ലല്ലോ. അപ്പോൾ കളർ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ജസ്റ്റ് അതൊന്ന് മാറ്റി കഴിഞ്ഞാലും കേക്ക് സുഖമായിട്ട് കഴിക്കാം. ആ ഫ്ലവറിൻ്റെ മുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു കളറ്. അപ്പോൾ അങ്ങനെ പിന്നെ ലാസ്റ്റ് കേക്കിൻ്റെ സൈഡിലൊക്കെ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ്. അങ്ങനെ കേക്കിൻ്റെ ലുക്ക് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.